മാത്രല്ല അപ്പുറത്ത് വാമം ജാസ്യന്വകാൽ പാർശ്വം കൈകേയി ഭരതപ്രിയ. ഭരതനോട് പ്രിയം കൂടിയോളായ കൈകേയി ഇടതുവശത്തും ഉണ്ട്. വലതുവശത്താരാണ്? കൗസല്യ. ആര്? കൗസല്യ. കൗസല്യ മുമ്പൊക്കെ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? നമുക്കറിയില്ല. ദശരഥൻ അറിയോ? ദശരഥനും അറിയില്ല. ഇപ്പൊ കൗസല്യ എവിടെയുണ്ട്? വലതുവശത്ത് വലം കൈയായിട്ട് ആരുണ്ട്? കൗസല്യ ഉണ്ട്. അതൊന്നും പറയണ്ട അമ്പോ. അപ്പൊ കൗസല്യം കൈകേയി ഇങ്ങനെ രാജാവ് കസേരയിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. വലതുവശത്തായിട്ട് ചാരിയിട്ട് ആ വലത്തെ തോളിൻ്റെ ഭാഗത്ത് ആരും നിൽക്കണ്ടാവും? കസേരയുമ്പോൾ ചാരിയിട്ട് കൗസല്യം നിൽക്കണ്ട. അപ്പോൾ രാജാവിൻ്റെ പുറം അങ്ങനെ ഇവിടെ ഇങ്ങനെ തൊട്ടം കൊണ്ട് നിൽക്കണ്ടാവും. അപ്പുറത്താണെങ്കിലോ കൈകേയി നീ ഞാൻ തൊട്ടില്ല ചെയ്ത് മുഴുവൻ അവകാശം പൊയ്യാലോ എന്ന് വിചാരിച്ച് തൊട്ടിട്ട് ആരും നിൽക്കണ്ടാവും? കൈകേയി നിൽക്കണ്ടാവും. അപ്പോൾ രാജാവാണെങ്കിൽ മകൻ പോയതിൻ്റെ ആ നിരാശയും ആ ഒരു അസഹ്യതയുണ്ടല്ലോ ഉള്ളിൽ, അതൊക്കെ ആയിട്ടിരിക്കുന്ന രാജാവ് എന്താ ചെയ്തു വെച്ചാൽ നോക്കൂ, ഈ തന്നെ തൊട്ട് നിൽക്കണ കൈകേയിയോട് പറഞ്ഞു, കൈകേയി മാമംഗാനി സ്പ്രാക്ഷീസ്ത്വം ദുഷ്ടചാരിണി, തൊട്ടു പോകരുത്, വിട്ടു നിൽക്കുമെന്നും പറഞ്ഞു. ആരോട്? കൈകേയി ഞെട്ടിപ്പോയി. ഇതൊക്കെ കുറച്ച് മുമ്പ് പറയേണ്ടതായിരുന്നു. ഇത് കുറച്ചു കാലം മുമ്പ് പറഞ്ഞു വെച്ചാൽ രാമൻ കുടുംബത്തുണ്ടാവുമായിരുന്നു. ശരിയല്ലേ ഇത്? മസ്പ്രാക്ഷീഹി, തൊട്ടുപോകരുത് തന്നെ നീ, മമ അംഗാനി, എൻ്റെ ദേഹത്ത് ഇനി തൊട്ടുപോകരുത്. ഞാൻ പറയണത് കേട്ടോളൂ നേരാമണ്ണം. ത്വം ദുഷ്ടചാരിണി, ദുഷ്ടസ്ത്രീയാ നീയെ, നെഹിത്വം ദ്രഷ്ടുമിച്ഛാമി, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇനി വരരുത്, തൊടരുതെന്ന് മാത്രമല്ല എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് തന്നെ എന്ന് പറയും. ന ഭാര്യ നച്ച ബാന്ധവി, നീ എനിക്ക് ഭാര്യയല്ല ബന്ധുവല്ല, ഡൈവേഴ്സായി. നീ എനിക്കിനി ഭാര്യയല്ല, നീ എനിക്ക് ബന്ധുവല്ല, പൊക്കോളൂ ഇവിടെ നിന്നും പറഞ്ഞു. എന്തിനെ തന്നെ ഞാൻ ഇനി കണക്കാക്കണ്ടു. അതുകൊണ്ട് കേവലാർത്ഥപരാം ഹിത്വം ത്യക്തധർമ്മം ത്യജാമ്യഹം, നിനക്ക് വെറും അവനവൻ്റെ കാര്യം നേരിയേക്കുന്നുള്ളൂ. കേവല അർത്ഥപരാച്ച നിനക്ക് കണ്ണെവിടെയാണ്? അർത്ഥം സമ്പത്ത് രാജ്യം കഴിക്കലൊക്കെയില്ലേ നീയേ, അർത്ഥപരയാണ് നീയേ. അതുകൊണ്ട് തിക്തധർമ്മം, അതിന് നീ എന്ത് ചീത്തത്വം ചെയ്യാൻ മടിക്കാത്തോളാ. ഞാൻ എന്ത് ചെയ്യണോ? ത്യജാമ്യഹം എന്ന് പറഞ്ഞ ആരും ഉപേക്ഷിച്ചു. എന്നെ ഞാൻ ഉപേക്ഷിച്ചു. രാജാവ് കൈകേയിയെ തൻ്റെ ഭാര്യാസ്ഥാനത്ത് തന്നെ ഉപേക്ഷിച്ചു. ഒന്നും പറയണ്ട, ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അഗൃഹാം യച്ഛതേ പാണിം അഗ്നിം പരിണയം ചയൽ അനുജാനാമി തൽ സർവം അസ്മിൻ ലോകേ പരത്രചാം. ഈ ചീത്തത്തം കാണിക്കൊണ്ട് അഗ്നിസാക്ഷിയായിട്ട് വിവാഹം ചെയ്തു എന്നുള്ള കഥയൊക്കെ ഞാനിപ്പോൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജാവ് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ച സമയത്ത് എന്താ ഉണ്ടായി? രാജാവ് ഉറക്കെ കരയും ചെയ്തു. കരഞ്ഞ രാജാവിൻ്റെ മുഖം കണ്ടാലേ ഗ്രഹണത്തിൻ്റെ അന്ന് സൂര്യൻ്റെ മാതിരി ഒരു ഭംഗിയും ഉണ്ടായില്ല. ഗ്രഹണത്തിൻ്റെ ദിവസം സൂര്യൻ എങ്ങനെ ഉണ്ടാവും? ഒരു തിളക്കം ഉണ്ടാവില്ലേ? ഒരു മങ്ങിയും കൊണ്ട് ഇങ്ങനെ ഒരു ജാതി എന്തോ കോരി ദേഹത്തൊഴിച്ച മാതിരി ഉണ്ടാവില്ലേ? അതേ മട്ടായിട്ട് രാജാവിന് ശോഭയില്ലേ അതേ കണ്ടായി എന്നാ പറയുക. അങ്ങനെ എന്താ ഉണ്ടായി എന്നാണെങ്കിൽ രാജാവ് ഈ വിധം നിലവിളിച്ചും കൊണ്ട് എന്ത് ചെയ്തു? ഇത്യേവം വിലപൻ രാജ ജനൗഘേനാഭിസംവൃത അപസ്നാത ഇവാരിഷ്ടം പ്രവിവേശ ഗൃഹോത്തമം. എന്നിട്ട് ഈ രാമൻ പോണത് കാണാൻ പുറത്തേക്ക് വന്ന് തൻ്റെ ഭാര്യമാരോട് കൂടി വന്ന് നിന്ന രാജാവ് കൈകേയിയെ ചീത്ത വിളിച്ച് പുറത്താക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്തു? അവിടുന്ന് ഈ രാമൻ പോയി എന്ന് കണ്ട് തിരിച്ച് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പോരുക. അകത്തേക്ക് പോരുന്നത് എങ്ങനെയാണെന്നറിയോ? അപസ്നാത ഇവാരിഷ്ടം പ്രവിവേശ ഗൃഹോത്തമം. പെലകുളി കഴിഞ്ഞ ആള് അകത്തേക്ക് വരണ മാതിരി വന്നു എന്ന്. മനസ്സിലായോ പറഞ്ഞത്? പെല കുളിക്കപ്പോഴാണ് വല്ലവരും മരിച്ചാലല്ലേ ഉണ്ടാവുക. വേണ്ടപ്പെട്ട വല്ലവരും മരിച്ചിട്ട് അതിൻ്റെ പിണ്ടും ബലിയും കഴിഞ്ഞ് ചടങ്ങും ക്രിയയും കഴിഞ്ഞ് അകത്തേക്ക് കയറി വരില്ലേ? അകത്തേക്ക് കയറി വരുമ്പോൾ ആ വരണ ആളുടെ മുഖവും ഭാവവും മനസ്സും ശരീരമൊക്കെ എങ്ങനെ ഇരിക്കും? ആ രൂപം കിട്ടിയോ? ആ ഉപമയോണ്ടുള്ള പറഞ്ഞ വർത്തമാനം അങ്ങനെ ഒരു മരിച്ച വീട്ടിലേക്ക് കയറി വന്ന മാതിരിയാണ് ആര് കയറി വന്നത്. ശരിയാവും. എന്താ കാരണം? ഇപ്പോൾ ഓടിച്ചാടി അച്ഛാ അച്ഛാ എന്നൊക്കെ വിളിച്ച് നടക്കണേ ഉണ്ണിയോളിപ്പോൾ ഇവിടെ ഇല്ല. സീതയാണെങ്കിലോ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞാൽ അവിടെ സീത ഉണ്ടാവും. എപ്പോഴും അച്ഛൻ്റെ കൂടെ തൊഴുതിട്ടെ ആ കുട്ടിയില്ല, അവരൊക്കെ പോയി. ഭരതൻ ഇവിടെ ഇല്ല, ശത്രുഘ്നൻ ഇവിടെ ഇല്ല. പിന്നെ ഒന്ന് കാട്ടാളത്തി ഭാര്യയും പിന്നെ 2 പാവങ്ങൾ ഭാര്യമാർ. അതിൽ കാട്ടാളത്തിയെ പറഞ്ഞ് ഒഴിവാക്കി. എന്നാലും ഇതിൻ്റെ കൂടെയല്ലേ ഇനി ഇരിക്കേണ്ടത്? എന്താല്ലേ രാജാവിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാറ്റിലും രാജാവ് ഒറ്റപ്പെട്ടു. എല്ലാ സ്ഥിതിയിലും രാജാവ് സ്ഥിതിഗതികൾ നോക്കൂ. മാനസികമായിട്ട് രാജാവ്
ഒരൊറ്റപ്പെട്ട മാതിരി തൻ്റെ വേവലാതിയും ചിന്തയും മാത്രമായിട്ട് തീർന്നു. രാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ തൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞു. ആളുകൾ രാജാവിൻ്റെ മന്ത്രിമാർ, രാജാവിൻ്റെ കാര്യം നോക്കാൻ നിൽക്കണവരൊക്കെ ഇല്ലേ, അവരോട് പറയും ചെയ്തു, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട്. രാജാവിൻ്റെ ശബ്ദമാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, ഗദ്ഗത ശബ്ദസ്തു. രാജാവിനൊന്നും ഇപ്പോൾ പറയാൻ നേരെ വയ്യ. ഗദ്ഗതം. എൻ്റെ ഗദ്ഗതം പറഞ്ഞാൽ ഗത് 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 അങ്ങനെ വരുള്ളൂ വാക്ക്, ഒന്നും വൃത്തിയാവില്ല. അങ്ങനെ ഗദ്ഗതം. ഗത് ഗത് പറഞ്ഞ എന്താർത്ഥം? മുറിഞ്ഞ് ഒരക്ഷരം നേരെ ഇങ്ങോട്ട് പറയാൻ പറ്റും. അപ്പോഴേക്ക് മുറിയും. ആ മട്ടിൽ വിഷമിച്ച രാജാവ് പറയുകയും ചെയ്തു, ഉവാച മൃദു മന്ദാർത്ഥം വചനം ദീനസ്വരം. രാജാവ് വളരെ ദീനമസ്വരം എന്നാണ് പറഞ്ഞത്. ദീനം വെച്ചാൽ ശബ്ദം പുറത്തേക്ക് ശക്തിയിലെടുക്കാൻ പറ്റായിട്ട്, ശക്തി കിട്ടണില്ലേ? ശബ്ദം പുറത്തേക്ക് എടുക്കണേ നല്ല ശക്തി വേണം. മനുഷ്യൻ്റെ ശക്തി ഏറ്റവും അധികം ഒഴിഞ്ഞു പോണത് എന്തുകൊണ്ടാണെന്നറിയുമോ? വർത്തമാനം പറയണതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക, ആയുസ് കുറയും. അങ്ങനെയുണ്ടാവുന്നത്. പ്രാവ് കണ്ടിട്ടില്ലേ, വേഗം ചത്തുപോകും. ആമയാണെങ്കിലോ 600 കൊല്ലം കഴിഞ്ഞ ആമ ഇപ്പോഴും ഉണ്ട്. മുത്തശ്ശൻ മുതുക്കൻ്റെ മുത്തശ്ശൻ അവനുണ്ട്. 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന ഒരപ്പൂപ്പൻ അവനുണ്ട്. ആർക്ക്? ആമയ്ക്ക്. നമുക്കൊന്നും അല്ല കേട്ടോ. ആമ കുറേ കാലം കണ്ടിട്ടില്ല, 500 കൊല്ലം, 800 കൊല്ലം കഴിഞ്ഞ ആമ എന്നൊക്കെ പറഞ്ഞിട്ട് പല ദിക്കിലും പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അത്ര ഇന്ത്യ രാജ്യത്തും ഉണ്ടാവും അങ്ങനെ പ്രായമുള്ള ആമ. അപ്പോൾ ആമ മിണ്ടൊന്നുമില്ല. ആമ മിണ്ടാണ്ടിരിക്കൊണ്ട് കുറേ കാലം ജീവിക്കും. ഈ പ്രാവാണെങ്കിലോ ആ മാളികയുടെ കുറു മിണ്ടാണ്ടിരുന്നാൽ മതി, 2 കൊല്ലം കൂടുതൽ ജീവിക്കുക. പക്ഷേ അപ്പോൾ ശബ്ദം വഴി ഊർജം നഷ്ടപ്പെടുന്ന മാതിരി വേറെ ഒന്നുകൊണ്ടും ഊർജം നഷ്ടപ്പെടില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ പഴയ കാലത്തൊക്കെ മാഷന്മാരെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ മാഷന്മാരൊക്കെ കണ്ടിട്ടില്ലേ, അവർ പാവം കുറേ പ്രായമാകുമ്പോഴേക്ക്. എന്താ കാരണം? അന്നൊക്കെ അലറിയിട്ട് വേണ്ട ഇതിനൊക്കെ ഒതുക്കി നിർത്താൻ. ഇതിന് നല്ല ശബ്ദമില്ലെങ്കിൽ ഇത് പറ്റോളം നിൽക്കില്ല, തലേക്ക് കയറി അലറി രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ അലറിയ ആളെ എന്തിനു കൊള്ളും? അങ്ങനെ പാവങ്ങൾ അന്നൊക്കെ അങ്ങനെ. ഇന്നൊക്കെ കണ്ട സുന്ദരന്മാർ സിനിമാ നടന്മാരുടെ മാതിരി ഉണ്ട്. അത് സംവിധാനങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ മാറിയില്ലേ? ഇന്നത്തെയും കാലവും സൗകര്യമൊക്കെ മാറിയില്ലേ? മാഷന്മാർ അന്നും ശബ്ദം ഉണ്ടാക്കണ്ടെങ്കിലും ഇന്ന് കുറേയും കൂടി പല ജാതി സംവിധാനങ്ങളും, ഒതുങ്ങിയ ക്ലാസ് മുറി ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞാൽ കേൾക്കും. പണ്ടൊക്കെ വലിയ തുറന്ന മുറി, ആ തുറന്ന ദിക്കിലൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ എന്തുണ്ടാവും? പരന്നു പോവില്ലേ ഇത്? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എന്തേ പറഞ്ഞു വെച്ചാൽ ഈ രാജാവിന് ശക്തി ക്ഷയിച്ചു എന്ന് കാണിക്കാനാണ് ദീനം അസ്വരം എന്ന് പറഞ്ഞ് ശബ്ദം കൂടി എടുക്കാനുള്ള പ്രാപ്തി രാജാവിന് ഇല്ലാത്ത മട്ടായിട്ട് തീർന്നു. ഒരു രാജാവ് പറഞ്ഞു തൻ്റെ കൂടെയുള്ളവരോട് എന്താ പറഞ്ഞത്? കൗസല്യായ ഗൃഹം ശീഘ്രം രാമമാതുർന്നയന്തുമാം. രാമൻ്റെ അമ്മ കൗസല്യയുടെ ഇല്ലത്തേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നെയെന്ന്. കൗസല്യ താമസിക്കണേ ആ കൊട്ടാരക്കെട്ടില്ലേ, അവിടേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നെ. അപ്പം രാജാവ് ഇപ്പം എവിടെയിരിക്കും? രാജാവ് എവിടെയല്ല. ഇന്നലെ വൈകുന്നേരം വന്ന് കൈകൈയുടെ അടുത്ത് വന്ന് ഇരുന്നത് ഓർമ്മയില്ലേ? അവിടെയാണ് രാജാവ്. അങ്ങോട്ട് കൊണ്ടുപോവുക. നഹ്യന്യത്ര മമ ശ്വാസോ ഹൃദയസ്യ ഭവിഷ്യതി. വേറെ ഒരു ദിക്കിൽ എൻ്റെ ഹൃദയത്തിനൊരു ശാന്തി കിട്ടില്ല, കൗസല്യയുടെ കുടുംബത്തേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന്. ഇതൊരു 2-3 കൊല്ലം മുമ്പ് കൊണ്ടുപോയിരുന്നു. എത്ര നന്നാവുമായിരുന്നു. അന്നത് ചെയ്തുവോ? അന്ന് ഈ കൗസല്യ കണക്കാക്കിയോ? അതുകൊണ്ട് പറയണ്ടേ, നമ്മൾ പലപ്പോഴും നമ്മൾ പലതിനെയും കൊണ്ട് നടക്കും. അതിന് നമ്മളെ വേണ്ടി വരില്ല. നമ്മൾക്ക് വേണ്ടാന്ന് തോന്നുന്നവർക്കാച്ചാൽ പലർക്കും നമ്മളെ വേണ്ടിയും വരും. ഒടുക്കാരേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കണവരെക്കാളും നമ്മൾ കണക്കാക്കേണ്ടത് നമ്മളെ സ്നേഹിക്കണവരെയാണ്. ഇതിൽ മനസ്സിലാവുണ്ടോ? പറഞ്ഞതാവല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആരെങ്കിലുമൊക്കെ പോയി സ്നേഹിക്കണതിനേക്കാളും തീവ്രത കൂടും നമ്മളെ സ്നേഹിക്കണവരെ കണക്കാക്കി വെച്ചോളൂ. അതെപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിച്ച് തള്ളിക്കളയരുത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ അമ്മയെ നമ്മൾ കണക്കാക്കില്ല, അച്ഛനെ നമ്മൾ കണക്കാക്കി. പക്ഷെ എപ്പോഴും ഏത് കാട്ടിലാണെങ്കിലും അമ്മ മകനെ എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കും. മകനാണെങ്കിൽ വെക്കേഷൻ്റെ അന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ അന്ന് സ്മരിക്കണതല്ലാതെ ചിലപ്പോൾ സ്മരിച്ചോളണമെന്നൊന്നുമില്ല. പക്ഷെ അമ്മ 365 ദിവസവും സ്മരിക്കും. ശരിയല്ലേ? ഇത് ആരുപേക്ഷിച്ച് പോയാലും ആരുപേക്ഷിക്കൂല്ല. ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അമ്മയായാലും നീ ഭാര്യയായാലും ചേച്ചിയായാലും ഓപ്പളായാലും അനിയനായാലും ഏട്ടനായാലും ഭർത്താവായാലും ആരായാലും നമ്മളെ സ്നേഹിക്കണവരെ നമ്മളെപ്പോഴും ഒന്ന് കണക്കാക്കണം. ഇപ്പം എവിടേക്ക് തന്നെ കൊണ്ടുവന്നു? കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് ബ്രുവന്തം രാജാനം അനയൽ. രാജാവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഈ ദ്വാരദരിശികൾ. ദ്വാരദരിശി പറഞ്ഞാൽ വാതിക്കൽ നിൽക്കണവരെ.
തവണക്കാരെ രാജാവിനെ കൗസല്യയുടെ കുടുംബത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. കൗസല്യായ ഗൃഹം തത്ര നിവേശ്യത വിനീതവത്. വളരെ വിനയത്തോടു കൂടി രാജാവിനെ കൗസല്യയുടെ കുടുംബത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോൾ അവിടെ ഇരുത്തിയ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ആ കൗസല്യയുടെ അവിടെ കട്ടിലിൻ്റെ മുകളിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക രാജാവ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സൊക്കെ വല്ലാതെ കലുഷായിട്ടിരിക്കുകയാണ്. 2 മക്കളും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ പോയ ദിവസം രാത്രിയായി. രാത്രിയും കൂടി വരുമ്പോൾ എന്തുണ്ടാവും? പകൽ വെളിച്ചത്തിലൊരാശ്വാസം ഉണ്ടാവും. അർദ്ധരാത്രിയാം പ്രപന്നായാം കാളരാത്രിയാം ഇവാത്മന. അന്നത്തെ ദിവസത്തെ രാത്രി രാജാവിന് കാളരാത്രി ആയിരുന്നു. ഇത് കാളരാത്രി പറഞ്ഞാൽ കാള കെട്ടഴിഞ്ഞ് പോയ രാത്രിയാ. ഇത് കാളരാത്രി എന്ന് കേട്ടിട്ടില്ലേ? ഇത് കാളരാത്രി പല ദിക്കിലും ദാനവ കാളരാത്രി. കാളരാത്രി പറഞ്ഞാൽ കാലരാത്രിയും കൂടിയാണത്. ലളയോര ഭേദമുണ്ട്. കാലൻ തന്നെയാ കാളൻ തന്നെയാ കാലൻ തന്നെയാണ് കാളൻ തന്നെയാണ് കാലൻ. ഇനി കൂട്ടുമ്പോഴൊക്കെ സൂക്ഷിക്കണമല്ലേ. അപ്പം ഈ സംസ്കൃതത്തിൽ ലളയോര ഭേദം എന്നൊരു പ്രമാണമുണ്ട്. ലായും മാറ്റി പറയും. മനസ്സിലാവുണ്ടോ? അത് പറഞ്ഞാൽ മഹാകാളൻ എന്ന് കേട്ടിട്ടില്ലേ? ശിവനെക്കുറിച്ച് പറയും മഹാകാളൻ. ഉജ്ജയിന്യാം മഹാകാള. ഉജ്ജയിനി, മധ്യപ്രദേശിൽ ഉജ്ജയിനി പറഞ്ഞ സ്ഥലമുണ്ട്. കാളിദാസൻ്റെയൊക്കെ സ്ഥലമില്ലേ? അവിടെ മഹാകാളൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ മഹാകാലനാണേ. കാലസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ശിവനെ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാളരാത്രി എന്ന് പറഞ്ഞാൽ കാളയും പശുവും കട്ടഴിഞ്ഞ് പോയി അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ തൈ തിന്ന് നാരായണ നേരം ഒന്ന് ചീത്ത വിളിക്കുന്ന രാത്രിയൊന്നും അല്ല. കാളരാത്രി എന്ന് പറഞ്ഞാൽ മരിക്കണതിൻ്റെ തലേന്നാളത്തെ രാത്രിക്ക് പറയുന്ന പേരാണ് എന്ത്? കാളരാത്രി. ഇപ്പോൾ ദാനവ കാളരാത്രി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അസുരന്മാർക്ക് കാളരാത്രി എന്ന് പറഞ്ഞാൽ ഇത് പുറപ്പെട്ടാൽ പിറ്റേന്നാൾ ആര് ചത്തിട്ടുണ്ടാവും? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത് എന്നാ മരിക്കുക എന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് കാളരാത്രി ഇല്ല, ഒന്നും ശുഭരാത്രിയേ ഉള്ളൂ. അതങ്ങനെ കൂട്ടിയാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇദ്ദേഹത്തെ അധരാത്രിയാം പ്രപന്നായാം കാളരാത്രിയാമിവാത്മന അർദ്ധരാത്രേ ദശരഥ കൗസല്യാമിതമബ്രവീത്. അങ്ങനെ രാമൻ പോയി അന്ന് രാത്രി കാളരാത്രി പോലെയുള്ള, കാളരാത്രി പറഞ്ഞാൽ വല്ലാതെ വിഷമുള്ള രാത്രി. നമ്മൾ കാളരാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വൈര്യവും ഇല്ലാത്ത രാത്രിയാണ്. ഈ ചെകിടിന് വേദന ഉണ്ട് നോട്ടിക്കോളൂ. എങ്ങനെ ഉണ്ടാവും രാത്രി? ചെവി വേദനയാണ് വേണ്ടല്ലേ. പല്ലുവേദനയുള്ള രാത്രി എങ്ങനെ ഉണ്ടാവും? ഒന്നും ആർക്കും ഉണ്ടാവാത്ത മാതിരി ഉണ്ട്. ആ രാത്രി എങ്ങനെ ഉണ്ടാവും? ഉറങ്ങാൻ പറ്റുമോ? സുഖം ഉണ്ടാവുമോ? ഒരു സമാധാനം ഉണ്ടാവുമോ? ഈ കലശലായ തലവേദന ഉണ്ടെങ്കിലോ അതും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട. എവിടെ വേദനിച്ചാലും, നമ്മുടെ ശരീരത്തിൽ എവിടെ വേദനിച്ചാലും ഇതൊക്കെ തന്നെയാണ് കണക്ക്. ശരിയല്ലേ ഇത്? അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു വല്ലാതെ രാത്രിക്കൊക്കെ വല്ലാതെ ദീർഘമുള്ള മാതിരി തോന്നും. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതാന്ന് പറഞ്ഞപ്പോഴേക്ക് വെളിച്ചായി. ഇതാന്നൊന്നുമല്ല, കുറേ നേരം പിടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ തോന്നില്ലേ? സുഖമായിട്ട് ഉറങ്ങിയാലേ അങ്ങനെ തോന്നുള്ളൂ. കഷ്ടവും വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നില്ല? രാത്രി ഇങ്ങനെ മുമ്പിലേക്ക് പോണതേ തോന്നില്ല. കലശലായ പല്ലുവേദന തലവേദനയൊക്കെയുള്ള ദിവസം നമ്മൾ എനിക്കോ വേദനയെന്ന് സഹിച്ചിട്ട് ഒരു 11 മണിയായിപ്പോൾ ഒന്നങ്ങോട്ട് കിടന്നു. എപ്പോഴാന്ന് വെച്ചല്ലേ ഒന്നങ്ങോട്ട് മയങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന കലശായപ്പോൾ ഉണർന്നു. വാച്ചിൽ നോക്കിയപ്പം 10:15 ഉള്ളൂ. വാച്ചിലെ സൂചി മുമ്പിക്കോ പിമ്പിക്കോ നടക്കുക. മുമ്പിക്ക് നടക്കാത്ത മാതിരി തോന്നില്ലേ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അത് സൂചിയുടെ കുഴപ്പമല്ല, നമ്മുടെ വേദനയുടെ തീവ്രതയാണെന്നാണ് അതിൻ്റെ അർത്ഥം. രാജാവിന് ഈ വേദനയുടെ തീവ്രത ഉണ്ടാവുകൊണ്ടാണ്, ശരീരത്തിനും മനസ്സിനൊക്കെ ക്ലേശം ഉണ്ടാവുകൊണ്ടാണ് രാജാവ് എന്ത് പറഞ്ഞത്? കാളരാത്രി. അല്ലാതെ കാളരാത്രിയാണ് സ്വൈരമില്ലാത്ത രാത്രി, മനസ്സിനൊരു സുഖമില്ലാത്ത രാത്രി. അർദ്ധരാത്രേ, അന്ന് പാതിരയ്ക്ക്. ആ രാത്രിയിൽ പാതിരയായപ്പം, പാതിരച്ചായതാണെന്ന് മനസ്സിലാവില്ലേ? രാത്രിയുടെ അർദ്ധം ഗമിച്ച സമയത്ത് രാജാവ് കൗസല്യോട് പറഞ്ഞു. കൗസല്യ പിന്നെ അടുത്ത് ഉറക്കളച്ച് രാജാവിൻ്റെ അടുത്ത് ഇങ്ങനെ, രാജാവേ വെള്ളം കുടിക്കണ്ടേ ലേശം? രാജാവേ വേണ്ട കൗസല്യേ, കുടിച്ചോളൂ രാജാവേ, കുറച്ച് ലേശാവാം എന്നൊക്കെ പറഞ്ഞ് ആര് ശുശ്രൂഷിക്കേണ്ട? കൗസല്യ പാവം പണ്ട് തന്നെ അവഗണിച്ചു, ഇല്ലെങ്കിൽ തന്നെ പരിഗണിച്ചില്ല, മറ്റവളുടെ കൂടെ അറിഞ്ഞില്ല എന്ന് അങ്ങോട്ട് പോയിക്കോളൂ, എൻ്റെ എങ്കടൊന്നും വരണ്ടാന്നൊന്നും പറഞ്ഞ് നിന്ദിക്കൊന്നും ആര് ചെയ്തില്ല. ആ കൗസല്യ നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണേ. കോസല രാജ്യത്തെ കുട്ടിയല്ലേ, അതിൻ്റെ ഒരു അന്തസ്സ് ആർക്കുണ്ട്? കൗസല്യക്ക് ഉണ്ട്. പിന്നെ കൗസല്യക്ക് ഇത്തിരി പ്രായവും ഉണ്ടാവും. പ്രായച്ച വയസ്സെത്തി അങ്ങനെയല്ല, നല്ലൊരു പാകതയും പക്വതയും ലോകം കണ്ട പരിചയം പിന്നെ കുറേ അനുഭവിച്ചതിൻ്റെയൊക്കെ ഒരു പാകതയൊക്കെ ഉണ്ടാവുകയെ. അപ്പം അതുകൊണ്ട് രാമം തേനുഗതം ദൃഷ്ടി അദ്യാപി നിവർത്തത്തെ. കൗസല്യേ, എൻ്റെ കണ്ണ് രാമൻ്റെ കൂടെ പോയതാ, അത് പിന്നെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ കണ്ണ് രാമൻ്റെ കൂടെ പോയി എൻ്റെ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ കുട്ടിയെ. നത്വാം പശ്യാമി കൗസല്യേ സാധുമാം. നോക്കൂ,
അതുകൊണ്ട് കൗസല്യയ്ക്ക് എന്നെ നോക്കിയിട്ട് കാണാൻ പറ്റണില്ല. നത്വാം പശ്യാമി കൗസല്യേ സാധുമാം പാണിനാസ്പൃശാം. വലിയ സങ്കടം അതിട്ടു. രാജാവ് പറയണേ, അർദ്ധരാത്രി ഇപ്പം പറയുക, കൗസല്യേ എന്താ രാജാവേ, എന്താ വെച്ചാലേ രാമനെ നോക്കി 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 രാമൻ കാട്ടിക്ക് പോയപ്പം എൻ്റെ കണ്ണ് രാമൻ്റെ കൂടെ പോയതാ, അത് പിന്നെ തിരിച്ചു പോന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാനില്ല. ഇപ്പോൾ ആര് പറഞ്ഞു? എനിക്ക് തന്നെ കാണാനില്ലേ. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ഒന്ന് അടുത്തേക്ക് വന്നിട്ടെ, കൗസല്യേ സാധുമാം സ്പൃശ, നീ എന്നെ ഒന്ന് വന്ന് തൊടു. കാണാത്ത സമയത്ത് നമുക്ക് തൊട്ടാലല്ലേ അറിയുള്ളൂ. ഒന്ന് വന്ന് എന്നെ തൊടു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രാജാവ് ഏതാണ്ട് സ്ഥിതിയൊക്കെ തെറ്റി തുടങ്ങി രാജാവിൻ്റെ. അതായത് നമ്മളൊരു രാജാവിന് കണ്ണിന് കാഴ്ചയില്ല ഉണ്ടെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ രാജാവിന് ഇപ്പോൾ കണ്ണുകൊണ്ടൊന്നും വാസ്തവത്തിൽ വേണ്ട മാതിരി മരണകാലം അടുത്താൽ കാഴ്ചയ്ക്ക് അത്രയും മങ്ങൽ വരിക, അങ്ങനെ കേട്ടിട്ടുണ്ട്. കാഴ്ച കുറേശ്ശെ വേണ്ട മാതിരി വരില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പുസ്തകത്തിൽ നോക്കിയിട്ട് അക്ഷരമൊന്നും കാണാണ്ട് വരുമ്പോൾ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങാനും ഇന്ന് വിചാരിച്ചപ്പോൾ വിരിച്ച് കിടക്കാനൊന്നും പോകണ്ട ആരും. എന്ത് വല്ല പണിയൊക്കെ എടുത്തോളൂ. നമ്മൾ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചോറുണ്ണാൻ നോക്കുമ്പം മരിച്ചിട്ടില്ലല്ലേ, ഇനി ഇന്നും ചോറുണ്ണണം. എന്താ അത്? ഇല്ല ചായ്മല അങ്ങോട്ട് കഴിയായിരുന്നു. ഏത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അത് കണ്ണ് കാണാൻ വല്ല വെള്ളമെഴുത്തോ അല്ലെങ്കിൽ വല്ല തിമിരത്തിൻ്റെ അസ്കതയോ അതുകൊണ്ട് ചികിത്സിക്കാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് നല്ലൊരു കണ്ണാടി അങ്ങോട്ട് വെച്ചാൽ വേണ്ടാത്തൊക്കെ കാണും, എല്ലാം കാണും. ഉണ്ടല്ലേ? നന്നായിട്ട് കാണും. ഇനി തിമിരത്തിൻ്റെ അസ്കതയൊക്കെ വെച്ചാൽ അവർ പറയാതെ അങ്ങോട്ട് ഇത്തിരി ലേശം നേരത്തെ ലേശം പണിയുള്ളൂ. അപ്പോൾ നേരേക്ക് തരാം അവിടെ ചെന്നാൽ അവരത് ആ തിമിരത്തിൻ്റെ അസ്കത നീക്കി കഴിഞ്ഞാൽ നമുക്ക് 16-ാമത്തെ വയസ്സ് പോലെ കാണാം. കണ്ടില്ലേ? വലിയമ്മമാരോടൊക്കെ ചോദിച്ചു, നല്ല വെടുപ്പായിട്ട് കാണാം. പുസ്തകമൊക്കെ എന്ത് ഭംഗിയിൽ വായിക്കാം. എനിക്കുണ്ട്. അപ്പം അതല്ല, അങ്ങനത്തെ കാണായല്ല ഇത്. അതായത് എന്താ ചോദിച്ചാലേ, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ കഴിയുമ്പം ഓരോന്ന് എന്താവും, മരിക്കേണ്ട കാലമാകുമ്പം പലതും ഇങ്ങനെ നമ്മളങ്ങനെയുള്ള വീട് പൂട്ടി പുറത്തേക്ക് പോകാറാകുമ്പോൾ ആദ്യം അകത്തെ പടിഞ്ഞാറ്റത്തെ ലൈറ്റ് ഓഫ് ചെയ്തു, തെക്കിനേത്തെ ഓഫ് ചെയ്തു, വടക്കണേത്തെ ഓഫ് ചെയ്തു, കിഴക്കണേത്തെ ഓഫ് ചെയ്തു, അടുക്കളയത്തെ ഓഫ് ചെയ്തു, വടക്കേ വാതിലും തുറന്നു, മുറ്റത്തേത് ഓഫ് ചെയ്ത്, പടിപ്പരയത്തെ ഓഫ് ചെയ്ത്, എന്നിട്ട് നമ്മളങ്ങോട്ട് പോവും. പിന്നെ വീട്ടിലാരും ഉണ്ടാവില്ലേ, ഉറങ്ങിപ്പോവില്ലേ എന്ന് പറഞ്ഞാൽ മാതിരി ശരീരത്തിലെ പ്രാണൻ പടിപ്പരയൊക്കെ ഓഫ് ചെയ്ത് പോണതാണ് എന്ത്? ഈ ജീവൻ അല്ലേ? ജീവൻ എന്ന് പറഞ്ഞ സാധനം ജീവിക്കണ വീടാണല്ലോ ഇത്. ഈ സാധനം ജീവനെ കഴിച്ചു കൂട്ടാനുള്ള വീടല്ലേ ഇത്. അപ്പോൾ ജീവൻ ഇവിടുന്ന് പോവാനായിട്ട് ഒരുങ്ങിയ സാരിയും ബ്ലൗസും കുപ്പായും ബാഗും കൊടയും പച്ചക്കറിയുള്ള മുണ്ടൊക്കെ ചുറ്റിയാൽ എന്ത് ചെയ്യും? ഓരോന്ന് ഓഫ് ചെയ്യും. അപ്പം ആദ്യം ഓഫ് ചെയ്യണതാണ് എന്ത്? കാഴ്ചയുടെ എത്ര ഓഫ് ചെയ്യുക, ആക്കാൻ നിശ്ചലതൊക്കെ നമ്മളിതൊന്നും ചെയ്തു നോക്കിയിട്ടില്ലല്ലോ. ഏത് അങ്ങനെ പറയണോ ശാസ്ത്രങ്ങളിലൊക്കെ. അപ്പം അതുകൊണ്ടാണ് കൗസല്യേ സാധുമാം സ്പൃശ, ഒന്നും ഇങ്ങോട്ട് നീങ്ങി നിന്ന് എന്നെ തൊട് കുട്ടിയെ നീയേ, എനിക്ക് കണ്ണൊന്നും കാണാണ്ടേയേ. രാമനെ നോക്കി നോക്കി നിന്ന് രാമൻ്റെ കൂടെ പോയി എൻ്റെ ആ കണ്ണ് പിന്നെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീയൊന്ന് സാധുമാം സ്പൃശ, സാധുമാം സ്പൃശ പറഞ്ഞ നീയൊന്ന് നീങ്ങി നിന്ന് നിന്നെ നല്ലോണം ഒന്ന് തൊടൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സാധു വെച്ചാൽ നല്ലോണം ഒന്ന് തൊടു കുട്ടിയെന്നും പറഞ്ഞു. അതുകൊണ്ട് തം രാമമേവാനു വിചിന്തയന്തം സമീക്ഷ്യ ദേവീ ശയനേ നരേന്ദ്രം. ആ രാജാവ് ഈ ദേവി കൗസല്യയുടെ ശയനം ആ കിടക്കേമ്പിൽ അങ്ങനെ ഉപോപവിശ്യാധികമാർത്തരൂപ വിനിശ്വസന്തി വിലലാപകൃച്ഛ്രം. രാജാവിൻ്റെ ഈ ദണ്ണമുള്ള വർത്തമാനം കേട്ടപ്പം കൗസല്യക്ക് സഹിച്ചില്ല. കൗസല്യ ഉറക്കം നിലവിളിച്ചു. പാവം എന്ത് ചെയ്യണമല്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ പെട്ടുപോയാൽ എന്താ ചെയ്യുക? പാവ സാധു സ്ത്രീകൾ അവരെ ഉറക്കെ അങ്ങോട്ട് നിലവിളിച്ചു. കൗസല്യ ഉറക്കെ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ നല്ലോണം പലതും പറഞ്ഞിട്ടാണ് നിലവിളിച്ചത്. രാജാവേ, അങ്ങ് കൈകൈയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ഒരൂട്ടം ചെയ്ത് എൻ്റെ ഉണ്ണിയെ കാട്ടിക്ക് പറഞ്ഞേച്ചില്ലേ, എൻ്റെ അല്ലേ ഭരതന് രാജ്യം കൊടുത്തോളോ വിരോധം ഉണ്ടായിരുന്നില്ല, എന്നാലും എൻ്റെ ഉണ്ണിയെ കാട്ടിക്ക് പറഞ്ഞേക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ രാജാവേ ചോദിച്ച് കൗസല്യം അങ്ങോട്ട് തുടങ്ങി. അമ്പോ, രാജാവിനാണെങ്കിൽ ഇതിപ്പോൾ എന്തായിട്ട് തീർന്നു? ഈ പുണ്ണില് ഉപ്പ് പുരട്ടണ മാതിരിയാണ് ആർക്ക് തോന്നിയത്. രാജാവിന് സ്വതേ രാജാവ് വിഷമിച്ചിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ കൗസല്യം ഇങ്ങനെ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കാൻ പുറപ്പെട്ട സമയത്ത് അപ്പം നോക്കൂ, നമ്മൾ കാണാത്ത ഒരാൾ അവിടേക്ക് വന്നു. ആര്? വിലപന്തീം തഥാര താം തു, ഇങ്ങനെ ഉറക്കെ നിലവിളിക്കണേ കൗസല്യാം പ്രമദോത്തമാം. ആ സ്ത്രീരത്നമായ കൗസല്യ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് ഇതം ധർമ്മേ സ്ഥിതാ ധർമ്മ്യം സുമിത്രാവാക്യമബ്രവീത്. ഔ എന്തല്ലേ! അപ്പം അതാണ് സുമിത്രൻ. എന്താ? ഇതം ധർമ്മേ സ്ഥിത, ധർമ്മത്തിൽ നിന്ന് ശകലം തെറ്റാതെ നിന്നോളാണ് ആര്?
സുമിത്ര എന്താണ്? ധർമ്മേന്നല്ല, ധർമ്മ്യം, ധർമ്മത്തിൽ നിന്നും തെറ്റാത്ത സ്ഥിതി, അതിൻ്റെ പേരാണ് എന്ത്? ധർമ്മ്യം. അപ്പം ഈ നോക്കൂ, ധർമ്മ്യേ സ്ഥിത സുമിത്ര, ധർമ്മത്തിൻ്റെ മഹിമയിൽ സദാ നിന്നോളായ, ലവലേശം അത് തെറ്റിക്കാത്തോളായ സുമിത്രാമ്മ എന്ത് ചെയ്തു? ഇതം വാക്യം അബ്രവീത്, കൗസല്യോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? തവാര്യേ സദ്ഗുണൈര്യുക്ത സപുത്ര പുരുഷോത്തമ കിന്തേ വിലപിതേനൈവം കൃപണം രുതിതേനവ. എന്ത് എടുത്തിയേ? ആര്യേ എന്ന് പറഞ്ഞാൽ എടുത്തി, ആര്യൻ ജ്യേഷ്ഠ എന്നൊക്കെ വിളിക്കില്ലേ എടുത്തിയെ. അതുകൊണ്ട് തവ ആര്യേ, അത് എടുത്തിയെ ഞാൻ പറയണു. സർവഗുണൈഹി സർവസദ്ഗുണൈഹി യുക്ത, എല്ലാ സദ്ഗുണങ്ങളും സദ്ഭാവങ്ങളും തികഞ്ഞ് അമ്മയുടെ മകൻ പുത്ര പുരുഷോത്തമ, പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ ആ കുമാരനെ കുറിച്ച് ചിന്തിച്ചിട്ട് കിം തേ വിലപിതേനൈവം, എന്തിനിങ്ങനെ കരയണു? വല്ല ദുഷ്ടനോ ചീത്തത്തക്കാരനോ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കണോ എന്നൊക്കെ വെച്ചാൽ നമുക്ക് കരയാൻ വകുപ്പുണ്ട്. നല്ല മകനെ കുറിച്ച് ആലോചിച്ച് കരയുക വേണ്ടതമ്മ. അതിനെക്കുറിച്ച് ആലോചിച്ച് കരയരുത് കേട്ടോ. കൃപണം രുതിതേനവ, ഇങ്ങനെ ചെയ്യരുത്. കാര്യം എന്താണെന്നറിയോ? അമ്മയുടെ മകൻ എന്തൊരു മഹാനാണ്. രാജ്യം കിട്ടിയത് വാങ്ങല്ലേ എല്ലാവരും ചെയ്യുക. അത് അച്ഛൻ്റെ കാര്യത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എത്ര കണ്ട് മനസ്സിന് പ്രാപ്തി ഉണ്ടാവണം. സാധു കുറുവൻ മഹാത്മാനം, ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ആ ഉണ്ണി. പിതരം സത്യവാദിനം, അച്ഛനൊരു ശകലം പോലും സത്യത്തിൽ നിന്ന് തെറ്റിപ്പോവരുതെന്ന് കണക്കാക്കിയിട്ട് എങ്ങോട്ട് പോയത്? കാട്ടിക്ക് പോയത്. അമ്മ എന്ന് ആലോചിച്ച് നോക്കൂ. ശിഷ്ടൈരാചരിതേ, സജ്ജനങ്ങൾ മാത്രം കൊണ്ടു നടന്ന ധർമ്മത്തിലാണ് ആരിയിരിക്കണത്? അമ്മയുടെ കുമാരനെ ഇരിക്കണത്. വലിയ വയസ്സനൊന്നുമല്ല, ഇത്ര ചെറുപ്പത്തിൽ ഇത്രയ്ക്ക് മഹിമയുണ്ടെച്ചാൽ അതിനെക്കുറിച്ച് അമ്മ എന്താ വേണ്ടത്? അഭിമാനിക്കല്ലേ വേണ്ടത്, കരയുക വേണ്ടത്. ഏയ് രാമോ ധർമ്മേ സ്ഥിത ശ്രേഷ്ഠോ ന സശോച്യ കദാചന, ധർമ്മത്തിൽ മാത്രം സ്ഥിതി ചെയ്തുറച്ചിരുന്ന രാമനെ കുറിച്ച് ദുഃഖിക്കുന്നതൊന്നും ശരിയല്ല കേട്ടോ അമ്മേ. ദുഃഖിക്കരുത് എന്നും പറഞ്ഞു. ആരാ ഇത് പറഞ്ഞു കൊടുക്കണത്? എന്തല്ലേ സുമിത്രയുടെ ഒരു ദുഃഖം വരുമ്പോഴും ദുരിതം വരുമ്പോഴും കഷ്ടം വരുമ്പോഴും എപ്പോഴും വലം കൈയായിട്ട് ആരുണ്ടാവും? സുമിത്ര. ആരുടെ കൂടെ? കൗസല്യയുടെ കൂടെ ഉണ്ടാവും. രാജാവിൻ്റെ പരിഗണനയോ അല്ലെങ്കിൽ അവഗണനയോ ഒന്നും ആരുടെ കണക്കിലില്ല, സുമിത്രയുടെ കണക്കിനില്ല. സുമിത്രയുടെ കണക്കിനെല്ലാം ധർമ്മവും നന്മയും മാത്രമേ ഉള്ളൂ. ആരോടും പരിഭവവും ഇല്ല. തൻ്റെ മക്കളെ കുറിച്ചിട്ടുള്ള അമിതമായ ആസക്തിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് കരയരുത്. എന്തിനാ അമ്മ കരയണത്? ഒറ്റയ്ക്കല്ലല്ലോ ഉണ്ണി പോയത് ഇല്ലേ? ലക്ഷ്മണനും ഇല്ലേ കൂടെ? സീതയില്ലേ? അപ്പം മിണ്ടിയും പറഞ്ഞൊക്കെ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞോളും. അമ്മ പരിഭ്രമിക്കണ്ട, മനസ്സിരുത്തി വെക്കൂ. അതുകൊണ്ട് ഈ ദുഃഖം നല്ലതല്ല, ദുഃഖം നന്മയ്ക്കായിട്ട് വരില്ല. അതുകൊണ്ട് മാ ശോകോ ദേവി, ദുഃഖം ചെയ്യരുത്. ദുഃഖം വാ നരാമേ ദൃശ്യതേ ശിവം ക്ഷിപ്രം ദ്രക്ഷ്യസി പുത്രം തം സസീതം സഹ ലക്ഷ്മണം. അതുകൊണ്ട് 14 കൊല്ലമൊക്കെ വേഗം കഴിയും. മകൻ ഇവിടെ വരില്ലേ ഉണ്ണി രാമൻ? അപ്പം അമ്മയ്ക്ക് കാണാലോ. അപ്പം അത് കാത്തിരിക്കൂ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വയ്യാണ്ടേ 14 കൊല്ലം കഴിഞ്ഞ് വരുമ്പം കാണാൻ നമുക്ക് കണ്ണിനൊക്കെ കഥ ഉണ്ടാവുമോ? അപ്പം അതുകൊണ്ട് കാത്തിരിക്കൂ. എത്ര നല്ല വർത്തമാനങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ എത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചതാ സുമിത്ര. പറയും ചെയ്യും, നിശമ്യ ലക്ഷ്മണ മാതൃവാക്യം രാമസ്യ മാതുർനരദേവ പത്ന്യാഃ സദ്യശരീരേ വിനനാശോകാഃ ശരദ്ഗതോ മേഘ ഇവാൽപതോയ. നോക്കൂ, ലക്ഷ്മണൻ്റെ അമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ രാമൻ്റെ അമ്മയുടെ ദുഃഖം അങ്ങോട്ട് പോയി എന്ന്. എന്താണ്? ആരുടെ? ഇവർക്കൊക്കെ പേരില്ലേ? ആർക്ക്? ഇവരുടെ പേരണ്ട് പറഞ്ഞില്ല. സുമിത്ര കൗസല്യ എന്നല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് നിശമ്യത ലക്ഷ്മണ മാതൃവാക്യം. ആ ലക്ഷ്മണൻ്റെ അമ്മയുടെ വർത്തമാനം അങ്ങോട്ട് കേട്ടപ്പോൾ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? രാമസ്യ മാതോ, രാമൻ്റെ അമ്മയ്ക്കൊരു പേരില്ലേ? എന്താ പേര്? സുമിത്രയുടെ വർത്തമാനം കേട്ടപ്പോൾ കൗസല്യയുടെ വിഷമം തീർന്നു എന്നേ പറയും. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ലക്ഷ്മണൻ്റെ അമ്മ അങ്ങനെയല്ലേ പറയുള്ളൂ. എന്താ കാരണം? ലക്ഷ്മണൻ എന്തിനാ കാട്ടിക്ക് പോയത്? രാമനൊരു വിഷമമില്ലാണ്ടിരിക്കാനാ കാട്ടിക്ക് പോയത്. അപ്പം അങ്ങനെയുള്ളൊരു മകനെ പറ്റി ഇങ്ങനെയുള്ളൊരു അമ്മ ആ രാമൻ്റെ അമ്മയുടെ കൂടെ എങ്ങനെ നിൽക്കണം? ഈ അമ്മമാരുടെയൊക്കെ മഹിമയാണ് കുട്ടികളുടെ മഹിമയായിട്ട് വരണത്. അതല്ലേ സുമിത്രയുടെ സംസ്കാരം മുഴുവൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ലക്ഷ്മണനുണ്ണി മഹാകേമനാണേ, അതിലേ പറഞ്ഞത്. അതുകൊണ്ട് അപ്പം ഈ കൗസല്യയുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് എന്ത് കുറച്ച് ഒതുങ്ങി കിട്ടി? ക്ഷീണ വല്ലാതെ വിഷമം അങ്ങോട്ട് മാറി കിട്ടി. ഇനി നമുക്കൊന്ന് രാമൻ്റെ കൂടെ പോവുക. 2 കിലോ മാറി പോകണം. ഇനി എവിടെ?
രാമൻ കാട്ടിക്ക് പോയില്ല. ഇപ്പം നമ്മൾ എങ്ങോട്ട് രാമൻ പോയി എന്ന് പറഞ്ഞു നമ്മൾ ദശരഥൻ്റെയൊക്കെ കൂടെ എങ്ങോട്ട് തിരിഞ്ഞുല്ലോ. ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ ആളുകളെല്ലാവരും പിന്നാക്കം കൂടി നിറയെ ആളുകളാണ് പൗരജനങ്ങൾ. ഈ പൗരജനങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പുരിയിൽ വസിക്കണവരെ നാട്ടുകാരെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പൗരന്മാരെന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? രാജാവ് തൻ്റെ രാജ്യത്തെയും കൊട്ടാരത്തെയും തൻ്റെ ധനശാല, പട്ടാളശാല, അങ്ങനെ പല ജാതി ഭരണപരമായ കാര്യങ്ങൾ നടത്തണ പല വിഭാഗങ്ങളുണ്ടാവും. മനസ്സിലാവണില്ലേ? രാജാവിന് ഭരിക്കണമെങ്കിൽ ധനകാര്യ വകുപ്പ്, അതുപോലെ ഡിഫൻസ് പ്രതിരോധ വകുപ്പ്, അതുപോലെ കൃഷി വകുപ്പ്, പല ജാതി വകുപ്പുകളൊക്കെ നോക്കി നടത്തിയാലേ രാജ്യം നല്ലോണം നടക്കുള്ളൂ. ഇതിനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് രാജാവിന് കോട്ടയുണ്ടാവും. വലിയ കോട്ട പറഞ്ഞാൽ മനസ്സിലാവും, വലിയ കോട്ടയിരിക്കും. ഈ കോട്ട രാജ്യത്തിൻ്റെ അതിർത്തി മാത്രം ആവണമെന്നില്ല. രാജ്യത്തിൻ്റെ അതിർത്തിയായിട്ടും കോട്ടയുണ്ടാവും. രാജ്യത്തിൻ്റെ അതിർത്തി അല്ലാതെ കൊട്ടാരവും ഇങ്ങനെയുള്ള ഈ ഭരണ സംവിധാന സമുച്ചയങ്ങളെയും കൂടി ഒന്നിച്ചു ചേർത്തിട്ട് എന്തുണ്ടാവും? കോട്ട പണിയും. അങ്ങനെയുള്ള കോട്ടയുടെ ഉള്ളിലായിരിക്കും രാജാവിൻ്റെ ഭരണാദി സംവിധാനങ്ങൾ. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരും താമസിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇടയിലൊക്കെ അമ്പലവും ഉണ്ടാവും, പട്ടാളക്കാരുടെ സംവിധാനം എല്ലാം കൂടി. ഇങ്ങനെ ഈ കോട്ടയുടെ ഉള്ളിൽ താമസിക്കുന്നവരെയാണ് ശരിക്കും പുരം എന്നാണ് അതിനെ പറയും. പുരം പൗരന്മാരെന്ന് പൊതുവെ അതിനെയാണ് പറയുക. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എങ്കിലും ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ എന്ത് പറയും? പൗരന്മാരെന്ന് പറയും. അങ്ങനെയാണ് നമ്മളിപ്പോൾ പൗരന്മാരെ പറഞ്ഞ ഒരു രാജ്യത്തെ താമസിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പൗരത്വം നേട്ടിട്ടില്ലേ? അതാണ് പറയുന്നത്. പൗരത്വം വെച്ചെന്ന അർത്ഥം ഭാരതത്തിൽ താമസിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളതിൻ്റെ തെളിവ് ആണ് എന്ത്? പൗരത്വം. ഇനി വേറെ ഒരു നാട്ടുകാരനായിരുന്നു നമ്മൾ വെച്ചാൽ നമ്മൾ ഭാരതത്തിൽ താമസിക്കണമെന്ന് മോഹിച്ചു വന്നാൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് നമ്മൾ എന്താ അപേക്ഷ കൊടുക്കണം? എന്നെ ഇവിടുത്തെ പൗരനാക്കണം, എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം, എൻ്റെ നാട്ടിൽ ഒരു രസമില്ല എന്ന് പറയണം. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തിനാ വന്നത്? കള്ളനാണോ, പിടിച്ചോലിക്കാരനാണോ, അതോ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്നൊക്കെ ഗവൺമെൻറ് നല്ലോണം അന്വേഷിക്കും. അപ്പം അന്വേഷിച്ചാൽ തോന്നും ഇയാൾ പച്ചവെള്ളം കൂടി ചവച്ചിട്ടേ കഴിക്കുള്ളൂ, മഹാകേമനാണെന്നൊക്കെ വിവരം കിട്ടി എന്ത് ചെയ്യും? നമുക്ക് എന്ത് എഴുതി തരും? നമ്മളിവിടുത്തെ പൗരനായി അവിടുത്തെ പൗരൻ അല്ലാതെയാവും. പിന്നെ ഇവിടുത്തെ അവകാശങ്ങളൊക്കെ ആധാർ കാർഡ് കിട്ടും, റേഷൻ കാർഡ് കിട്ടും, അരിയൊക്കെ വാങ്ങാൻ വേണമെങ്കിൽ പോയാൽ മതി, എന്നാലെല്ലാം കിട്ടും. ഇവിടുത്തെ എല്ലാ അവകാശങ്ങളും ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്ക് വരും. ഇതാണ് അപ്പോൾ പൗരൻ എന്ന് പറഞ്ഞാൽ രാജ്യവാസി, ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് പറഞ്ഞത്. വെച്ചാൽ പൗരൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ഒരു അർത്ഥം ഇതാണ്. ശരിയായ വാക്കിൻ്റെ അർത്ഥം പുരിയിൽ വസിക്കുന്നവർ പൗരന്മാർ, നാട്ടുപുറത്ത് വസിക്കുന്നവർ ഗ്രാമീണര്, ജാനപദന്മാർ എന്നൊക്കെ പറയും. അങ്ങനെയാണ് പൗരന്മാർ എന്ന് പറയുന്നത്. നമ്മളിന്ന് ഈ എന്താ പറയുക, നാഗരികന്മാരെന്നൊക്കെ പറയില്ലേ? ഏതാണ്ട് ആ അർത്ഥത്തിലാണ് ഈ പൗരന്മാർ. അങ്ങനെയുണ്ട്. പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവെച്ചുഹ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ എന്ന് കുമാരനാശാൻ പറഞ്ഞത് കേട്ടില്ലേ? പൗരി പുരത്തിൽ വസിക്കണം. ഈ രാജാവിൻ്റെ കൂടെ ഇങ്ങനത്തെ അതാണ് ഈ പൗരൻ എന്നൊക്കെ പറയും. പുരത്തിൽ വസിക്കണവരെന്നാണ്. മനസ്സിലാവുണ്ടല്ലോ? അതാണ്. അപ്പോൾ അങ്ങനെയൊന്നും അർത്ഥം ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലവും മനസ്സിലാക്കി വെച്ചാലേ നമ്മൾ ഇനി ഇതാ വേറെ രീതിയിൽ കാണുമ്പം ധരിക്കുള്ളൂ. അപ്പം പൗരജനങ്ങൾ എന്ന് പറഞ്ഞാൽ അയോധ്യ എന്ന് പറഞ്ഞ പുരിയിലുള്ള സകലരും ആരുടെ പിന്നാക്കം കൂടി? രാമൻ്റെയും കാട്ടിക്ക് പോണവരുടെയും കൂടി. അപ്പം ഇവരാണെങ്കിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ രാമനാച്ച വല്ലാത്ത വിഷമവും. പോവാൻ പറഞ്ഞവരാരും മടങ്ങി പോവില്ല. ഇവരെ കൂടെ കൊണ്ടുപോവുക വെച്ചാൽ അതിലേറെ ബുദ്ധിമുട്ടും. ആകെ കഷ്ടത്തിലായി ആര്? രാമനും ലക്ഷ്മണനും സീതയും തേരിൽ കയറിയിട്ടാണ് പോണത്. ആളുകളാണെങ്കിലോ തേരിൻ്റെ കൂടെ ഓടുകയാണേ. ഉണ്ണിയെ രാമ നമ്മൾ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് ഓടുകയാണേ. അത് കണ്ടിട്ട് രാമന് വലിയ സങ്കടമായി. എന്താ ചെയ്യാൻ നിശ്ചല്ലാതെ അക്ക വെപ്രാളായിയേ. അപ്പം എന്തുണ്ടായി? എന്നിട്ട് രാമൻ എന്താ ചെയ്തത്? നമുക്കതാ പറയാനുള്ളത്. രാമൻ്റെ കാട്ടിക്കുള്ള പ്രവേശം. ഇനി നമ്മളിവിടുന്ന് മെല്ലെ എങ്ങോട്ട് മാറുക? ഈ കഥയെന്ന് കുറേശ്ശെ ദിശ മാറിയിട്ട് എങ്ങോട്ട് പോവുക? ഈ കാട്ടിലേക്കുള്ള പുറപ്പാടിനുള്ള ഒരുക്കാണ്. നമുക്കിനി പറയാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഭാഗം പറയാപ്പോഴേക്ക് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും മുമ്പിലേക്ക് കയറിയിരുന്നോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എഴുന്നേറ്റ്